ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 105 വർഷത്തെ വലിയ പാരമ്പര്യമുള്ള മലപ്പള്ളി കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിന് ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം ഒരുക്കിയ ഇതിന് ചുമതലക്കാരും പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്രട്ടറി ജോസി ഗോവിന്ദനും അവരോടൊക്കെയുള്ള സന്തോഷവും അറിയിക്കുന്നു. ഞാൻ മുമ്പൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വന്നു പോയതിനു ശേഷം ഈ കൺവെൻഷനിൽ കോവിഡ് പല പല കാരണങ്ങളാൽ അത് സൂക്ഷിക്കാണ് എനിക്ക്. വലിയ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇന്ന് തുടർന്നുള്ള സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കണം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ഈ പ്രാരംഭ യോഗത്തിൽ ഉദ്ഘാടന യോഗത്തിൽ ഒരു പ്രസംഗമില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്ത ആദ്യമേ നിങ്ങൾ അറിയിക്കുന്നു. കാരണം ഈ കൺവെൻഷനൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, സർവ്വജനത്തിനും സന്തോഷം, ഇത് യേശുവിന്റെ ജനത്തിനും പറയും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നിർത്തുമെന്ന് ധരിക്കരുത്. ഇപ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി തുറന്ന സമീപനത്തോടുകൂടി ബഹുമാനപ്പെട്ട ഷാജിച്ചനോട് സൂചിപ്പിച്ചതുപോലെ ഒരു തുറന്ന മനസ്സോടുകൂടി നമുക്ക് പരസ്പരം പുറത്ത് സംസാരിക്കും. അതിനെനിക്ക് ഏറ്റവും സഹായകരമായി ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ് മുമ്പിലിരിക്കുന്നതായ ഒരാളാണ്. ശുഭ്രവസ്ത്രധാരികളായി അവിടെ പുറത്തുള്ള ആ വെണ്ണ പോലെ ഉള്ളിൽ വെണ്ണയുള്ള ഈ അന്നക്കൊള്ളിലുള്ള മാരാത ആളുകളാണ്. ഇത് PSCക്ക് ചോദിക്കുന്ന ചോദ്യമോ അല്ലെങ്കിൽ നീറ്റിന് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വിശ്വസിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒന്നിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ദീർഘമായ എസ്സേ റൈറ്റിംഗില്ല, കുട്ടിവെച്ച് വാർത്തകൾ മാത്രമേ ഉള്ളൂ. സത്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് വന്നത്? Why did you come? നമ്മളൊരു ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയാൽ നമുക്ക് കൃത്യമായി ഒരു ലിസ്റ്റുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ലിസ്റ്റ് വലുതാണെങ്കിൽ എഴുതിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ മനസ്സിൽ എഴുതിക്കൊണ്ട് പോകും. ഇന്ന് നിങ്ങൾ എഴുതിക്കൊണ്ട് വന്ന ലിസ്റ്റ് എന്താണ്? എഴുതിയത് ഇപ്പൊ പറയാം, ഇപ്പൊ തോന്നിയത് പറയുന്നത്. വചനം കേൾക്കണം. 104 വർഷം വചനം കേട്ടിട്ട് എന്താ പറയാം? വചനം എത്ര കേട്ടാലും മതി വരാത്ത ഒരു കൂട്ടം ആളുകളാണ് മലപ്പുറയിലുള്ളത്. അതൊക്കെ സന്തോഷമായിരുന്നു. ഇനി ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഈ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. വായിച്ച വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് വായിച്ചത്. അത് വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നില്ല. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ വചന കൂടാരത്തിൽ വചനം കേൾക്കാനാണ് നമ്മൾ തോന്നിട്ടുള്ളത്. വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ കാണാനാണ് നമ്മൾ തോന്നിട്ടുള്ളത്. ഓരോ വചനവായനയും അല്ലെങ്കിൽ ഒരു കൺവെൻഷനും ഒരു കണ്ണാടി നോട്ടമാണ്. സാധാരണ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് ഒരു കൃത്യമായ ലക്ഷ്യത്തോടുകൂടി. അത് കണ്ണാടി കാണാനല്ല, നമ്മളെ കാണാനാണ്. നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കണ്ണാടി കാണുമ്പോഴും തന്നുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിച്ചു. എത്രയും വിരൂപന്മാർ അവരൊക്കെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ വലിയ സൗന്ദര്യമുള്ള ആളാണ്, സ്ത്രീകളാണെങ്കിൽ ഞാൻ ഐശ്വര്യമായിയാണ്, ഇന്നിങ്ങനെ ധരിച്ചിരിക്കുകയാണ്. ഷാരൂഖ് ഖാനാണ് എന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ നമ്മളെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. Permit the Bible to read us rather than simply reading the Bible.
വേദപുസ്തകം ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. വേദപുസ്തകം വായിക്കുന്നവരാണോ, വേദപുസ്തകം നമ്മളെ വായിക്കാൻ അനുവദിക്കുന്നവരാണോ കൂടുതൽ സമയം? ആ ഗാന്ധിനാമിൽ നിന്ന് ഒരിക്കൽ കേൾക്കാമോ? കേൾക്കാം. അപ്പോ വേദപുസ്തകം നമ്മളെ വായിക്കാൻ അനുവദിക്കും. വേദപുസ്തകത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. വേദപുസ്തകം നമ്മൾ സാധാരണ വായിച്ചൊരു സംതൃപ്തി അടഞ്ഞ് മടങ്ങിപ്പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്താണ് ഒരു പത്രവായനയും ഒരു പുസ്തക വായനയും ഒരു വചന വായനയും തമ്മിലുള്ള വ്യത്യാസം? എനി ഡിഫറൻസ് ബിറ്റ്വീൻ സിംപ്ലി റീഡിംഗ് എ ന്യൂസ് പേപ്പർ ആൻഡ് റീഡിംഗ് ദ സ്ക്രിപ്ചർ? ആലോചിച്ചിട്ടുണ്ട്. എല്ലാം വായനയാണ്. മലയാളമാണെങ്കിൽ എല്ലാം മലയാള അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇല്ലേ? മലയാള മനോരമ വായിക്കുമ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിനെ നമുക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ പോയി കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല. പത്രം വായിച്ചാൽ ഈ ദേശത്ത് നടക്കുന്ന, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നതിന് സാധിക്കും. ഇറ്റ് ഈസ് മോർ ഫോർ ഇൻഫർമേഷൻ, മോർ ഫോർ ഇൻഫർമേഷൻ. എന്നാൽ when we read the scripture, നമ്മൾ കാണുന്നത് അതിൻ്റെ ചീഫ് എഡിറ്ററെ അറിയാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡറിനെ അറിയാനാണ് സ്ക്രിപ്ചർ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് തിരുമേനി സാധാരണ പറയുമായിരുന്നു എന്ന് പറയുന്നത്, പത്രം എന്തോ ചെയ്യണം? വായിക്കണം. വേദപുസ്തകം പഠിക്കണം. ഈ വേദപുസ്തക പഠനം എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറിനെ, അതെഴുതിയ ആളിനെ നമുക്ക് മനസ്സിലാക്കുന്നു. The more we read the scripture, the more we know the author of the Bible. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു വേദപുസ്തകത്തിന്റെ ഓർഡർ എഴുത്തുകാരൻ ദൈവമാണ്. അപ്പോൾ ഓരോ വചന വായനയും നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് നമുക്ക് സഹായകമാണ്. അപ്പോൾ ആ രീതിയിൽ വെറുതെ വായിക്കുകയല്ല, വേദപുസ്തകം നമ്മെ വായിക്കാൻ നമ്മളെ അനുവദിക്കണം. Permit the Bible to read us. അങ്ങനെയാണ് നമുക്ക് ഈ ഓദറുമായിട്ട് കൂടുതൽ അഭിമുഖം ഉണ്ടാകുന്നതിന്, കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ അടുത്ത 8 ദിവസങ്ങൾ നമ്മളിവിടെ വചനത്തെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളിവിടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 8 ദിവസം കൊണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളും ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയാനുള്ള അനുഭവങ്ങളും അവസരങ്ങളും നമുക്ക് ധാരാളം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയൊക്കെ എന്താണ് സാധിക്കുന്നത്? ഓരോ കൺവെൻഷൻ പ്രസംഗം, ഞാൻ ഇവിടെ ഇരിക്കുന്നത് 105ാമത് കൺവെൻഷൻ. ഇന്ന് രാവിലെ ഞാൻ പോയ പള്ളിയുടെ ഇടവക ദിനം 102ാമതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെഞ്ചുറി എടുത്ത സ്ഥലങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 105 വർഷം ഈ ദേശത്ത് വചനം പ്രഘോഷിച്ചുകൊണ്ട് ഈ ദേശത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു 10-90 വർഷം ഈ ഇവിടെ നദിയുടെ നടുവിലായിരുന്നു. ഏത് വർഷം വരെ ആയിരുന്നു എന്നറിയാം? മണിമലയാറിൽ 90 വർഷം വരുന്നു. അതിന്റെ വെള്ളം പറ്റിച്ചിട്ട് നിങ്ങൾ സ്ഥലം വിട്ടു. ഇതാണ് നമ്മൾ ചെയ്ത വലിയൊരു ഗുണം. 90 വർഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അണ്ടകടാകത്തെ സൃഷ്ടിച്ച ദൈവമേ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ദൈവമേ, നീ പ്രകൃതിയെ കാത്തുകൊള്ളണമേ, നദി നന്നായിട്ട് ഒഴുകണമേ, നല്ല തെളിഞ്ഞ വെള്ളം എപ്പോഴും കാണണം. ഇപ്പോൾ തെളിഞ്ഞതുമില്ല, അടഞ്ഞതുമില്ല, ഒന്നുമില്ല, നദി തന്നെയാണ് കാണുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയുണ്ട് പ്രയോജനം എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. എന്താണ് ഇത്? ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് വിപരീതമായ കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ എന്തിനാണ് ദൈവം കരിച്ചു കളയുന്നത്? ഇത് ദൈവം തന്നെയാണോ കഴിക്കുന്നത്, നമ്മളാണോ കഴിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ഈ ലെബാനോനിലെ ഏറ്റവും സ്നേഹമുള്ള കവി ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ 100 വർഷം കൂടുമ്പോഴും യേശു ക്രിസ്തു ഈ ലോകത്ത് നമ്മുടെ കൂടെ വന്ന് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്ന യേശു ലെബാനോനിലെ ഒരു പൂന്തോട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ യേശുവിനെ കാണാനായിട്ട് വരും. ക്രിസ്ത്യാനികളുടെ യേശുവിനെ 24 മണിക്കൂർ അവർ സംസാരിക്കും.
ഇതൊക്കെ നിങ്ങൾ കേട്ട് ആരംഭിച്ചിട്ടുള്ള എന്റെ രണ്ടെണ്ണമേ അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. 24 മണിക്കൂർ, ഒരു രാവും ഒരു പകലും നസറേത്തിലെ യേശുവും ക്രിസ്ത്യാനിയുടെ യേശുവും തമ്മിൽ സംസാരിക്കും. 24 മണിക്കൂർ അറിയുമ്പോൾ നസറേത്തിലെ യേശു ഈ ക്രിസ്ത്യാനികളുടെ യേശു എന്നുള്ള ദുഃഖത്തോടുകൂടെ പറയും, നമുക്കൊരിക്കലും ഒത്തുപോകാം എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് നിറകണ്ണുകളോട് നസറേത്തിലെ രക്ഷകനായ യേശു പോകും. ഈ കൺവെൻഷനിൽ സാധിക്കുന്നത് നസറേയനായ യേശു നമ്മുടെ യേശു, നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ക്രിസ്ത്യാനിയുടെ യേശു എന്നാണ് ഞാൻ പറയുന്ന യേശു, നമ്മൾ യഥാർത്ഥമായിട്ടുള്ള യേശു തമ്മിൽ ബന്ധിക്കുന്നു. സത്യമായി നമ്മൾ പാടുന്നുണ്ട് പാട്ടുകാരുടെ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. സത്യമായിട്ട് നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകണം. ഒരുപാട് തെളിയില്ലേ? കാരണം യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച ആ സ്ത്രീകരണത്തോടെ എന്താണ് തടസ്സം? ആരാണ് തടസ്സപ്പെടുത്തുന്നത്? ആരാണ് തടസ്സപ്പെടുത്തുന്നത്? നമ്മുടെ കുറവുകൾ. ആ കുറവുകൾ അങ്ങ് കുറയ്ക്കാത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സംസാരിക്കുകയാണ്. കാപട്യത്തിന്റെ ആത്മീയതയാണ്. We are all using Jesus and God rather than useful for God. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ എത്തുന്നില്ല എന്നുള്ളതാണ്. We seldom permit God to use us. ഇവിടെ ഇരിക്കുന്ന ഇത്ര ആളുകൾ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഇത്ര ആളുകൾ ദൈവം പൂർണ്ണമായി നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ മല്ലപ്പള്ളി ഒരു സ്വർണ്ണപ്പള്ളി ആകും. അപ്പോ ആകാതെ പോകുന്നതിന്റെ കാരണം എന്നാ ആലോചിക്കുന്നുണ്ട്. സത്യമായി അവിടെ ഇരിക്കുന്ന സാറന്മാരെ, നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകണമെങ്കിൽ ഇവിടെ ഇവർ ഞാൻ ചോദിച്ചതുപോലെ വാട്ട് പ്രിവെന്റ് യു ടു ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്? Is it possible? It is possible. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പുറകെ നടക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണ്. ഞാൻ ഈ 1-ാം തീയതി കുറച്ച് അച്ഛന്മാരോട് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ കുട്ടി പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചമായി എൻ്റെ അയൽവക്കത്തെ കുട്ടിയും പഠിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാത്തത്? ആ രണ്ടാമത്തെ ലൈനിലിരിക്കുന്ന സ്ത്രീയാണ് എന്താ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിയേക്കാൾ മെച്ചമായിട്ട് എൻ്റെ അയൽവക്കത്തെ കുട്ടി പഠിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ നിങ്ങളുടെ അയൽവക്കക്കാരൻ്റെ ബിസിനസ് നന്നാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതോ നമ്മളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കാറുള്ളൂ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷിച്ചു പോകണമെന്നുണ്ടോ? ഇല്ല. അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയായി തീരുന്നത്. മറ്റേത് വെറും ജൽത്തരം മാത്രമാണ്, വെറും സെൽഫിഷ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ വിനയത്തോടെ ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല ആത്മീയതയും അനാത്മീയതയാണെന്ന് കണ്ടെത്താനും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കാനും സാധിക്കണം. ഇപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ഒന്നാമത്തെ ഒരു അഭിപ്രായം പറയാം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് ഫിസിക്കലായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് പോലെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഇവിടെ ഉണ്ടോ? ലോകത്തിലുണ്ടോ? മലയാളം ഉണ്ടോ? ഇല്ല. യേശു ക്രിസ്തു മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ ആയിരിക്കും. ഞാൻ പോയതുപോലെ വീണ്ടും വരും. ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് യേശു ഫിസിക്കലായിട്ട് പ്രസന്റാണ് അല്ല പ്രസന്റ്. പിന്നെ യേശു ഇങ്ങനെ ഇപ്പോഴുണ്ട്. എവിടെയാണ്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യേശു ഇവിടെ ഇല്ല, പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ട്.
അസാന്നിധ്യത്തിൽ സാന്നിധ്യമാകാനും യേശു ക്രിസ്തുവിന്റെ പകരക്കാരനാകുക എന്നുള്ളതാണ് ഏകമായ ക്രൈസ്തവന്റെ ലക്ഷ്യം. സാറേ, ആരാണ് സാർ? യേശുവിന്റെ പകരക്കാരൻ. ഈ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സംസാരിക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും എല്ലാവരും ഒറ്റ കാര്യം മനസ്സിലെടുത്താൽ മതി. ഞാൻ ആരാണ്? നമ്മൾ വലിയ പോയിട്ട് പറയും ഞാൻ കളക്ടറാണ്, മനസ്സിലായത് ഞാനാണ്, അതാരാണ്, ഒരുപാട് 101 കാര്യങ്ങൾ പറയാം. അതൊക്കെ സത്യമല്ലേ? 100% സത്യമാണ്. പക്ഷേ ഒരു ക്രൈസ്തവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന പൗലോസ് പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് എന്നോടും ഞാൻ നിങ്ങളോടും പറയാനായിട്ടുള്ളത്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പകരക്കാരിയാണ്. നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുകയും യേശു ക്രിസ്തുവിന്റെ പകരക്കാരായി ലോകത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എഴുന്നേറ്റ് കാലുകുത്തുമ്പോൾ ദൈവമേ എന്നെ നിന്റെ പകരക്കാരനും പകരക്കാരിയുമാക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ വാല്യൂ സിസ്റ്റം മാറും, നമ്മുടെ മോറൽ ലൈഫിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരാണ്. പൗലോസ് പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുകൂടി, കണ്ടാലും സകലതും പുതിയതായിരുന്നു. ഈ പുതിയ സൃഷ്ടിയാകുന്നതിന് കൂടുതൽ അന്വേഷണത്തിനും പഠനത്തിനുമാണ് സത്യമായി നോക്കിയാൽ നമ്മൾ ഈ കൺവെൻഷനിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പക്ഷെ ഇന്ന് നിങ്ങൾ സത്യസന്ധമായി നോക്കിക്കുകയും സത്യസന്ധമായി നമ്മുടെ ആത്മീയത, ഇന്നത്തെ വലിയ ആത്മീയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് യേശു ഇറങ്ങിപ്പോയത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ പള്ളികളിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോകുന്നു, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോകുന്നു, നമ്മൾ അറിയുന്നില്ല. ആരിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാലും അവൻ പിന്നെ ഒരു ജഡം മാത്രമാണ്. പിന്നെ അത് മോഹത്തിന്റെയും തൃഷ്ണയുടെയും കൂടായി മാറും. കാരണം ഡിവൈൻ പ്രസൻസ് അവിടെ ഇല്ലല്ലോ. യേശു പറഞ്ഞു, പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ്. ഒരു പള്ളിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയെ മന്ദിരത്തെയാണ് കാണുന്നത്, അല്ലാതെ മത്തായി അവിടെ ഇരിക്കുന്ന മോശക്കാരൻ ഇങ്ങനെയല്ല. വി ആർ മീറ്റിംഗ് ടെമ്പിൾ. അപ്പോൾ ഈ ദൈവീക കൂടാരങ്ങളെ, ക്ഷേത്രങ്ങളെ, അപ്പോൾ ക്ഷേത്രത്തെ കാണുന്നത് പോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കാണുന്നത്. സത്യമായിട്ടും അങ്ങനെയാണോ ഇന്ന് ആണോ? നിങ്ങൾ തന്നെ ഒന്നും ഇല്ലാതിരിക്കുന്നു ഇല്ല. ഇങ്ങനെ നിങ്ങളൊരു ഗുണമുണ്ട്, അല്ല അല്ല ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നതിന് നല്ല കൊടുക്കണം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഈ പറയുന്നത് ഞാൻ പൂർണ്ണമായി ജീവിക്കുന്നുണ്ട്. ഇത് ഗൗരവമായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിലാണ് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരമപ്രധാനമായിട്ടുള്ള ജീവിതക്രമം എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനെ അനുകരിക്കണം. ക്രിസ്താനുകരണമാണ് ഏറ്റവും പ്രധാനമാണ്. പലപ്പോഴും പക്ഷേ അത് നമുക്ക് സാധിക്കാതെ വരുന്നു. ഇത് സാധിക്കണമെങ്കിൽ നമുക്ക് സാധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അത് നമ്മൾ ഈ വായിച്ചു കേട്ട വേദഭാഗത്ത് നമ്മൾ കാണുന്നതാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കടക്കാരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണമെന്ന്. നമുക്ക് ക്ഷമ കൊടുത്ത് മാത്രമേ, ക്ഷമ സ്വീകരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ പോലെ ആകാനായിട്ട് സാധിക്കുള്ളൂ. ക്ഷമ കൊടുക്കും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോയതുകൊണ്ട് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് ക്ഷമിച്ച്, ക്ഷമ സ്വീകരിച്ച് നമ്മൾ ക്ഷമ
കൊടുക്കുന്നവരുമായി ജീവിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ സഭയിൽ ഇപ്പോൾ പ്രധാനമായും മാർത്തോമാ CSI അംഗങ്ങളാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയിലാണ്. എല്ലാ സഭകളിലും ഉള്ളതാണല്ലോ കുംഭസാരം. ഞാനിപ്പോൾ ഈ മാർത്തോമാ സഭയിലെ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളോട്. കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു, കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തു. CSIയിലെ കൺഫ്യൂഷൻ്റെ ആ പ്രയർ എനിക്ക് കൃത്യമായി അങ്ങനെ കാണാറില്ല. ഈ ആശയം എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഉടനെ ഒരു അബ്സല്യൂഷനാണ് പറയുന്നത്. സത്യമായി തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണ്യവാനായ ദൈവം നിങ്ങളുടെ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന 4 ആളുകളോട് ചോദിച്ചു, നമ്മുടെ കുംഭസാരത്തിൽ നമ്മൾ സത്യമായിട്ടാണോ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നത്? ആർ വി ട്രൂലി റിപ്പന്റിങ് അവർ സിൻസ്? അതോ ഈ പറഞ്ഞു തരുന്നത് ആവർത്തിക്കുന്നത്? നിങ്ങളായിരിക്കുന്നതിൽ മാത്രം സത്യമായിട്ടാണോ നമ്മൾ ഏറ്റുപറയുന്നത്? വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും. ഒന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞു തരുന്നത് മണിമലയാറ് അത് പെരുവെള്ളം പോകുന്ന സമയത്ത് ഒഴുകുന്ന സ്പീഡിലാണ് പറഞ്ഞു തരുന്നത്. നമുക്കൊരു സമയം പോലും കിട്ടുന്നില്ല. വിചാരത്തിൽ വചനത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ആരാധനയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിചാരത്തിൽ നമ്മൾ തെറ്റ് ചെയ്തു, വചനത്തിൽ തെറ്റ് ചെയ്തു, പ്രവൃത്തിയിൽ നമ്മൾ തെറ്റ് ചെയ്തു. സത്യമായി അനുഭവിച്ചാൽ നമ്മുടെ ഭാവങ്ങളെ ഏറ്റുപറയും. ഒന്നാമത് ഞാൻ ചോദിച്ചത്, സത്യമായും ആത്മാർത്ഥമായിട്ടുമാണോ നമ്മൾ ഏറ്റുപറയുന്നത്? അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക. വിചാരത്തിൽ ഞാൻ മൂന്നാമതിരിക്കുന്ന സാറിന്റെ പേരൊക്കെ പറഞ്ഞു, ഞാൻ വിചാരം കൊണ്ട് മാത്യൂസിനോടാണ് തെറ്റ് ചെയ്തത്. മാത്യൂസിനോട് ഞാനാണ് തെറ്റ് ചെയ്തത്. ഇത് ദൈവമാണോ ക്ഷമിക്കേണ്ടത്? ഞാനാണോ മാത്യൂസിനോട് ക്ഷമിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് ഒരുപാട് സമയം കളയണ്ട. അതായത് ഞാൻ തെറ്റ് ചെയ്തവനോടാണ്. അതായത് മാത്യൂസ് ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ട്. ഇത് ഞാൻ എന്തിനാണ് ദൈവത്തിന്റെ തലയിലിടുന്നത്? ഇതിനാണ് ദൈവത്തിന്റെ തലയിലിടുന്നത്. ദൈവത്തിന് ആവശ്യത്തിനുള്ള പ്രാരാബ്ധമുണ്ട്. നമ്മുടെ എല്ലാ തെറ്റും ദൈവം ക്ഷമിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമില്ല, എനിക്ക് സംശയമില്ല. പക്ഷേ തെറ്റ് ചെയ്തത് മാത്യൂസിനോടാണ്. മാത്യൂസിനോട് ആണ് ക്ഷമ പറയുന്നത്. എന്താ നമ്മൾ പറയാത്തത്? കേൾക്കാം, ഈ പറയുന്നു സ്വീകരിക്കണമെന്നില്ല, കേൾക്കാം. ഞാൻ അവിടെ ഇനിയും നിങ്ങൾ ഒന്ന് വെറുതെ ആലോചിച്ചു. ഇപ്പൊ ഞാനാണ് അത് ചെയ്തത്. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, മാത്യൂസിനോട് ഞാൻ അങ്ങനെ വിചാരം കൊണ്ട് ചെയ്ത തെറ്റ് മാത്യൂസിനോട് പോയി പറഞ്ഞു ഒരു ക്ഷമ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം അത് ഉത്തരം പറഞ്ഞു പറയും, ക്ഷമിക്കാൻ പറയും. ഇതും മാത്രമേ ഉള്ളൂ ക്ഷമയ്ക്ക് ആധാരം. സൂത്രപ്പണിയിൽ ദൈവത്തിന്റെ തലയിലിട്ട് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കാൻ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അങ്ങനെയൊന്നുമല്ല, ദൈവം നമ്മൾ ക്ഷമിച്ചോളൂ എന്ന് വിചാരിക്കുന്നവരോട് ദൈവം ക്ഷമിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ കർത്താവ് തിരുവായി ഒഴിഞ്ഞ് നമ്മളോട് പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ. നീ കുർബാന കൊള്ളാൻ വരുമ്പോൾ, അവിടെ എഴുതിയിരിക്കുന്നത് യാഗം കഴിക്കാൻ വരുമ്പോൾ, നീ യാഗവസ്തുവായി പള്ളിയിൽ വരുമ്പോൾ, കുർബാനയ്ക്ക് അവിടെ വരുമ്പോൾ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ ആദ്യം പോയി സഹോദരനോട്, സഹോദരിയോട്, അയൽവക്കക്കാരനോട്, കൂട്ടുകാരനോട്, കൂടെ ജോലി ചെയ്യുന്നവരോട് പോയി റെക്കൺസൈൽ ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും കുർബാന, എന്നിട്ട് കുർബാന സ്വീകരിക്കാം. യേശു പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ യേശു പറഞ്ഞത് നീ എഴുന്നേറ്റ് വളരെ മനസ്താപത്തോടെ
ദൈവത്തോട് പറയണം, ദൈവമേ തെറ്റ് ചെയ്തു പോയി, മാത്യുസിനോട് അത് നീ അങ്ങ് പുറത്തേക്കണേ, ഞാൻ പോയി കുർബാന വരട്ടെ എന്ന് പറഞ്ഞോ ഇല്ലയോ? നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. ഇന്ന് വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വല്ലാതെ മനുഷ്യനെ ഇമോഷണലാക്കി വികാരത്തള്ളലിൽ കൊണ്ടുവന്ന് കുറെ നേരത്തേക്ക് മറ്റൊരു ലോകത്തിലാക്കുന്ന വിഷയം കൊണ്ട് നമുക്ക് നന്നാകാൻ പറ്റുകയില്ല. അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകണ്ട. പക്ഷെ നമ്മൾ റാഷണൽ ബീയിങ് ആണല്ലോ. നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളയാക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളുടെ കുറ്റങ്ങൾ നമ്മൾ ആരോട് ചെയ്തുവോ അവരോട് ക്ഷമ പറഞ്ഞെങ്കിലേ നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഇനി രണ്ടാമത് അതിനോട് ചേർന്ന കാര്യം, ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ സമാധാനത്തിന് വേണ്ടി എൻ്റെ കുറ്റങ്ങൾ ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, മാത്യൂസിനോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചു എന്നുള്ളത് മാത്യൂസ് എങ്ങനെ അറിയിക്കും? മരണം വരെ അദ്ദേഹം എൻ്റെ ശത്രുവായിരിക്കും. എന്നാൽ ഞാൻ എന്നത് മാത്യൂസിനോട് അതങ്ങ് നേരത്തെ ഒരു വൈകാരികമായ വിഷയം കൊണ്ട് അങ്ങ് വന്നു പോയതാണ്. കാരണം അങ്ങ് ക്ഷമിച്ചാലെന്ന് പറഞ്ഞാൽ മാത്യൂസിന് ഹൃദയ സമാധാനമായി എൻ്റെ കുറ്റവും ക്ഷമിക്കപ്പെട്ടു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾക്ക് അങ്ങനെ പോയി പറയാനില്ലാത്ത ഒരാളെങ്കിലും ഇതിന്റെ ഈ 4 ഭാഗത്തിരിപ്പുണ്ട്. എനിക്ക് വിചാരം കൊണ്ടോ വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരോടും ഒന്ന് ക്ഷമ ചോദിക്കാനില്ലാത്തവണ്ണം ഞാൻ അൽഫോൺസാമയാണ്, ഞാൻ സാധു മത്തായിച്ചനാണെന്ന് പറയാവുന്ന ഏതെങ്കിലും ഗായക സംഘത്തിൽ ഒരാളില്ല? ഉണ്ടോ ഇല്ലയോ? അവരോട് കാര്യം പറഞ്ഞാൽ മതി. ഇല്ല, ആരോടും പറയാനില്ല. നല്ലതാണ്. അങ്ങനെയുള്ളത് ഭൂലോകത്തിൽ മല്ലപ്പള്ളിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സത്യം പറയുകയാണെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ഒന്ന് പോയി നിൽക്കാൻ കാണപ്പെടുകയോ? അതിന്ന് സാധിക്കണം, ഇന്ന് സാധിക്കണം. ദൈവജനമേ, നമ്മൾ വെറുതെ വന്ന് ഇവിടെ ഇരുന്നിട്ട് പോകരുത്. നമ്മൾക്ക് ഈ റെക്കൺസിലിയേഷനോടെ മാത്രമേ നമുക്ക് മനുഷ്യനാകാൻ പോകൂ. അപ്പോ വിചാരമുണ്ട്. ഇനി നിങ്ങൾ ഈ ഭാഗമൊക്കെ അങ്ങോട്ട് നോക്കിക്കും. ഈ മുടിയൻ പുത്തൻ അങ്ങനെയുള്ളത് ഇപ്പോ നമ്മുടെ നിങ്ങൾക്ക് സമ്മതിക്കല്ലോ. പുതിയ ടെക്നിക്കൽ ചെയ്യുന്നുണ്ട്. മുടിയന് പുത്തറന് ഇതൊന്നും പറയാൻ പാടില്ല. അത് നാളെ ബൈബിൾ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാവുന്ന മുടിയൻ പുത്തനാണ്. മുടിയൻ പുത്തന എല്ലാം മുഴുത്തിലേക്ക് എഴുതി പോയി ആളാണ്. അപ്പോൾ അവനൊരു ദിവസം സുബോധം വന്നു. When he came to himself, സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. എൻ്റെ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും തെറ്റ് ചെയ്തവനാണ്, എന്നോട് പൊറുക്കണമെന്ന് ഞാൻ പറയും. അല്ലാതെ മുടിയൻ പുത്രൻ അവിടെ എഴുന്നേറ്റ് നിന്ന്, ദൈവമേ എൻ്റെ കുറ്റങ്ങൾ അപ്പനോടെയും നാട്ടുകാരോടും എല്ലാം കാണിച്ചു ഞാൻ ക്ഷമിച്ചേക്കണമേ, ഞാൻ അപ്പൻ്റെ അടുത്ത് പോവുകയാണ്, ക്ഷമ ലഭിച്ചവനായി എന്നാണോ പറഞ്ഞത്? അപ്പൻ്റെ അടുത്ത് പോയി അപ്പനോടാണോ ക്ഷമ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നത് എന്നോട്? അപ്പനോടാണ്. അപ്പൻ ക്ഷമിച്ചാൽ അപ്പനും ക്ഷമിക്കും. മനസ്സിലായോ? അപ്പൻ ക്ഷമിക്കാത്തതൊന്നും ദൈവം ക്ഷമിക്കരുത്. ഇതൊക്കെ നമ്മൾ വേറെ കൃത്യമായിട്ട് നമ്മൾ ഇതിനെയെല്ലാം മാറ്റിമറിച്ച് കോട്ടിമറിച്ച് രക്ഷപ്പെടാനുള്ള ആത്മീയ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും വരെയുണ്ട. എന്താണ് വാട്ട് ഈസ് മൈ പ്രോബ്ലം ടു ഗോ ടു മാത്യൂസ് ആൻഡ് സേ സോറി മൈ ഡിയർ ഫ്രണ്ട്? അത് സമ്മതിക്കാത്തത് നമ്മുടെ ഈഗോ ആണ് പലപ്പോഴും. ഈഗോ, ഈഗോ ലളിതമായ അർത്ഥം എന്താണ്? എഡ്ജിങ് ഗോഡ് ഔട്ട്. ഈഗോ ഉള്ളവനിൽ ദൈവമില്ല. അവൻ സ്വയം ദൈവത്തെ അകറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഈ 105ാമത്തെ കൺവെൻഷൻ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഈ ഈഗോയെ കൊല്ലാനുള്ള കഴിവ് തരണം. അപ്പോൾ നമുക്ക് അച്ഛനെന്ന് ഉപയോഗിച്ചത് വിനയത്തോടും സ്നേഹത്തോടും ഭക്തിയോടും ഒക്കെ വചനം കേൾക്കാനായിട്ട് ഇടയാണ്. നമ്മൾ ഓരോരോ നാളുകൾ കഴിയുന്നതോടും ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ അകന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് നമ്മളെപ്പോഴും നമ്മുടെ കുറ്റങ്ങളെ തുറന്ന സമീപനത്തോടെ. അതുകൊണ്ട് ഇവിടെ ജോസി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾക്കും ആരോടെ ഒന്നും പറയാനില്ല. വളരെ നല്ലവരാണ് ഇതൊക്കെ ഉള്ളത് ചെയ്യും.
ആരെങ്കിലും 2-3 പേര് എൻ്റെ പോലെ കാണും പറയാനുള്ളത്, മനസ്സിലായി? അപ്പൊ അവര് ഇന്ന് രാത്രി തന്നെ ആ വീട്ടിൽ നിന്ന് പോകണ്ട. പ്രത്യേകിച്ച് രാത്രി പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാനൊക്കെ ഒന്നുള്ള ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ അവരെ ഫോണിൽ വിളിക്കണം. ഒരു കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഓർത്തുകൊള്ളണം, അങ്ങനെ പറയാതെ രക്ഷയില്ല. അങ്ങനെ പറയാനുള്ള കഴിവ് അപാരമായ ദൈവകൃപ കൊണ്ട് മാത്രമേ ഉള്ളൂ. Any amount of your strength, you can't do that. Only by God's providence and grace that you can go and say sorry. Sorry എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നാം നടത്തുന്നു. ഭാര്യ ഭർത്താവിനോട് സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരുപാട് കാര്യമുണ്ട്. ഭർത്താവ് ഭാര്യയോട് പറയില്ല, നമ്മൾ പറയില്ല. ഞങ്ങളുടെ ചെറിയ പരീക്ഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അതിനുശേഷം ഒരു അച്ഛൻ പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നതാണ്, അദ്ദേഹത്തിന്റെ മക്കൾ വളരെ ഉയർന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അച്ഛന്റെ കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. തിരുവേനി ഇയർ ഓഫ് റെക്കൺസിലിയേഷൻ ആണല്ലോ, ഞാൻ എന്റെ മക്കളോട് ക്ഷമ ചോദിച്ചു. അപ്പൊ മക്കൾ ചോദിച്ചു, അപ്പയ്ക്ക് അസുഖം. അല്ല, ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് തരേണ്ടുന്ന ശ്രദ്ധ ചിലപ്പോൾ നമ്മൾ കാണത്തില്ല. ഞാൻ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണെങ്കിൽ യേശു കർത്താവിനെ കൂടുതൽ സ്നേഹിക്കത്തക്കോണം നിങ്ങളെ പ്രേരിപ്പിക്കുകയോ അങ്ങനെ ഒരു മാതൃകയായിട്ട് ജീവിക്കാൻ പലപ്പോഴും സാധിക്കില്ലായിരുന്നു. മക്കളുമാർ എന്നോട് ക്ഷമിക്കണം. മക്കൾ അപ്പൻ മക്കളോട് ക്ഷമിക്കുന്നു, മക്കൾ ഒരു ഞാൻ അവിടെ ഇരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഇങ്ങനെ പരസ്പരം ക്ഷമിച്ച് ഓരോരുത്തരും അടുത്തിരിക്കുന്നത് ഒരു ക്ഷേത്രമാണ്. ഭയഭക്തിയോടുകൂടി ഞാൻ ശ്രദ്ധിക്കണം എന്ന് കണ്ടാൽ ഇപ്പോൾ പല പള്ളികളിലുള്ള പ്രതിസന്ധികൾക്ക് ഒരു സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകും. ഇങ്ങനെ ഒന്നും നമ്മൾ നന്നാകരുതെന്ന് ആഗ്രഹമുള്ളത് നമ്മുടെ വീട്ടിലുള്ളവരോ അയൽവക്കക്കാരോ പള്ളിക്കാരോ കൂട്ടുകാരോ ഒന്നുമല്ല. ആ ഒറ്റ ഒരുത്തന്റെ പേരാണ് ഈ ഏദൻ തോട്ടത്തിൽ സർവ അനുഗ്രഹങ്ങളോടും കൂടി ദൈവസാന്നിധ്യം അനുഭവിച്ച് നടന്ന, അത് കാണാൻ തീരെ താല്പര്യമില്ലാതെ അവരെ നശിപ്പിച്ച് കളഞ്ഞ സാത്താൻ എന്ന് പറയുന്നു. സാത്താൻ അല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ. അപ്പൊ അങ്ങനെ ക്ഷമ ചോദിച്ചും ക്ഷമ കൊടുത്തും നമുക്ക് ജീവിക്കാൻ. കെൻകാർലി എന്ന് പറയുന്ന ഒരു കർദിനാളുണ്ടായിരുന്നു. ആ പേര് നമുക്ക് വലിയ പരിചയമില്ല. അദ്ദേഹമാണ് പിന്നീട് ജോൺ 23-ാമൻ മാർപ്പാപ്പയായ ഭക്തനും മഹാനുമായിട്ടുള്ള മനുഷ്യൻ. ഇത് 1950-കളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഏതോ ചില പ്രതിസന്ധികൾക്ക് റോമിൽ നിന്ന് ഒരച്ഛനെ അദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് അകറ്റുന്നു. അപ്പോൾ അദ്ദേഹം ആ നാളുകളിലൊക്കെ നന്നായി ചിന്തിച്ച് കൺഫസ് ചെയ്ത് നല്ല ജീവിതത്തിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. പക്ഷേ സ്ഥിതി ഓപ്പോസിറ്റ് ആയിപ്പോയി. അദ്ദേഹം അതിനേക്കാൾ മോശമായ ജീവിതത്തിലേക്ക് പോയി. സഭയ്ക്ക് രക്ഷിക്കാനൊക്കാത്ത സ്ഥിതിയിലാണ്. അദ്ദേഹത്തെ സർവ ചുമതലകളിൽ നിന്നും മാറ്റിക്കൊണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അയാൾ കുടിച്ച് മദ്യപിച്ച് ഇങ്ങനെ ഒരു ബാറിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് കെൻകാർലി എന്ന ഈ കർദിനാൾ ഈ ബാറിന്റെ വാതിൽക്കൽ വന്നു. അപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞു, നിന്നെ ചൂറിലെ ബിഷപ്പ് അന്വേഷിക്കും, കർദിനാൾ വന്നിരിക്കുന്നു നിന്നെ കാണാൻ. മദ്യപിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കളിയാക്കുകയാണ്. വീടിന് റെസ്പോണ്ട് അദ്ദേഹം എന്നോട് പ്രതികരിച്ചു. പിന്നെ ഒരാൾ വന്നു, പിന്നെ വന്നു, പലതും എല്ലാം അദ്ദേഹം ഒരു പരിഹാസമായിട്ട് എടുത്തു. കാരണം മദ്യപിച്ച് അധപതിച്ച് ധാർമ്മിക അവജയത്തിൽ ജീവിക്കുന്ന എന്നെ അന്വേഷിച്ച് കർദിനാളത്തിന് വേണ്ടി വരുമോ? അതൊന്നും സാധിക്കില്ല, അത് ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ കെൻകാർലി കർദിനാൾ അവൻ പുറകിൽ വന്ന് അവൻ ഈ അച്ഛൻ്റെ തോളിൽ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭക്തനായ കെൻകാർലി കർദിനാൾ അവനോട് ഈ അച്ഛനോട് വന്ന് എഴുന്നേറ്റ് അച്ഛൻ്റെ കൂടെ നടന്നു. അവരെ അടുത്തുള്ള വലിയ കത്തീഡ്രൽ പള്ളിയിൽ ചെന്നു. അപ്പോൾ ഈ കർദിനാൾ പറഞ്ഞു, എനിക്ക് ഒരു അപേക്ഷയുണ്ട്. എനിക്ക് നിന്റെ മുമ്പിൽ കുംഭസിൽ തന്റെ ഷോൾ എടുത്ത്
ഈ ഏറ്റവും മോശപ്പെട്ട അച്ഛൻ്റെ തോളിൽ വലിയ പ്രകാശമുള്ള നന്മ നിറഞ്ഞ ഈ കർദിനാൾക്ക് കുംഭസാരം പറഞ്ഞു. കുംഭസാരം പറയുമ്പോൾ നമുക്കറിയാം, ആരാണോ കുംഭസരിക്കുന്നത് അയാളുടെ കണ്ണ് നിറഞ്ഞാണ് ഒഴുകേണ്ടത്. ചെയ്ത തെറ്റുകളെല്ലാം പറയും. ഇത് തിരിച്ചാണ്. ആരാണോ അബ്സല്യൂഷൻ കൊടുക്കേണ്ടത്, ആരാണോ പാവങ്ങൾ ക്ഷമിക്കേണ്ടത്, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഈ മണിമനുഭാഗം പോലെ ഒഴുകുകയാണ്. ഈ കർദിനാളിന്റെ തലയിൽ വീഴുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ തല നനഞ്ഞു. ഈ കുംഭസാരം കഴിഞ്ഞിട്ട് ഈ തെറ്റിപ്പോയ അച്ഛൻ കർദിനാളിന്റെ നെറ്റിയിൽ കുരിശു വെച്ചു. അതവിടെ ക്രമമാണ്. കുരിശു കർദിനാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മാനെ, ഇതിനായിട്ടാണല്ലോ നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. മാപ്പ് കൊടുക്കാനും മാപ്പ് സ്വീകരിക്കാനും. സ്നേഹിതരെ, മാപ്പാണ് ഏറ്റവും വലിയ ഉദ്ദേശം. നമുക്ക് ഒരുപാട് പേർക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് ദൈവത്തെ പോലെ ആയിത്തീരാൻ സാധിക്കുമെന്നിരിക്കും. നമ്മൾ ആരാണ്ടാണ്, ഏതാണ്ടാണ്. നമ്മൾ ആരുടെയും മുമ്പിൽ അങ്ങനെ തലകുനിക്കുകയില്ല. ഞാൻ വലിയ അറിവുള്ള ആളാണ്, ഞാൻ വലിയ അധികാരമുള്ളവനാണ്, ഞാൻ വലിയ പണമുള്ളവനാണ് എന്നൊന്നും പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമേയല്ല. ഇത് ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമ സ്വീകരിക്കാനും ദൈവത്തെ പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് നോക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്ഷമ കൊടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വലിയ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് സമാനമായി പറഞ്ഞിട്ടുള്ള അച്ഛന്മാരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ഒരു ഭദ്രാസനത്തിൽ എല്ലാ പള്ളികളിലെയും കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി അച്ഛന്മാര് ദൈവജനത്തോട് മാപ്പ് ചോദിക്കുന്ന ദിവസമാണ്. വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ വ്യതിയാനങ്ങൾ പള്ളികളിൽ ഉണ്ടാവുകയാണ്. നമുക്കിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ മനസ്സിൽ നമുക്കറിയാം, നമുക്ക് മറ്റെല്ലാവരോടും ക്ഷമിക്കണമെന്നുണ്ട്, എല്ലാവരോടും മാപ്പ് പറയണമെന്നുണ്ട്, മാപ്പ് സ്വീകരിക്കണമെന്നുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. സത്യത്തിൽ അതാണ് ഇന്നത്തെ സത്യം. ഞാൻ എന്നോട് പ്രയാസമുള്ള ഒരാൾ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ അവനെ ഇറക്കി വിട്ട് വായിക്കുമോ അതോ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം? നിശ്ചയമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ യേശു ഇവിടെ പറഞ്ഞു, ഈ നമ്മൾ ക്ഷമിക്കാൻ, ഞാൻ നമ്മുടെ കുറ്റങ്ങളും നമ്മളോട് ക്ഷമിക്കുകയും. അപ്പൊ ഈ കുംഭസാരം എന്നുള്ള ഈ മഹാ പ്യൂരിഫിക്കേഷൻ പ്രോസസ് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ഒന്നിലധികം ദിവസം ഒരു ആഴ്ചയിലും എല്ലാ സഭകളിലും, കത്തോലിക്ക സഭയിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കൂതാശയുള്ള ആളുകളാണ്. നമ്മൾ മാപ്പ് പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ നമുക്ക് കഴുകിക്കളയാനാണ്. വെറുതെ ഒരു തത്വം നോക്കുകയും നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണം, ഫിസിക്കൽ ബോഡി കഴിക്കുന്ന ഭക്ഷണം, അതെല്ലാം ഈ ശരീരം ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ അതിൻ്റെ വേസ്റ്റ് ഈ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് വെളിയിൽ പോകും. ശരിയോ തെറ്റോ? ശരിയാണ്. അങ്ങനെ സ്വാഭാവികമായി, അതായത് കടലിൽ വീഴുന്ന അഴുത്ത മാലിന്യങ്ങൾ ഇതെല്ലാം തിരയടിച്ച് ഈ അതിൻ്റെ വെളിയിൽ കൊണ്ട് കളയുന്നത് പോലെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ മാലിന്യങ്ങളെ ബോധപൂർവമായിട്ട് അകറ്റുവാനായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡയാലിസിസ് ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കുംഭസാരം. എനിക്ക് തോന്നുന്നു ഇത് പള്ളിയിൽ പോയി കുംഭസരിക്കണമെന്ന് പോലും അങ്ങനെയില്ല. ആത്മാർത്ഥതയോടുകൂടി മുട്ടുകുത്തി കണ്ണു നിറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ ഈ ഒരു മോറൽ സ്പിരിച്വൽ ഡയാലിസിസിന് ആര് തയ്യാറായാലും അവരുടെ ജീവിതം കൂടുതൽ വിമലീകരിക്കപ്പെടും. അവർ